2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാമ്പിൾ ആയി ഇതിനെ കണക്കാക്കാം? സാമ്പിളൊന്നും കണക്കാക്കണ്ട, എന്തെല്ലാം സാമ്പിൾ ചോദിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാമ്പിളൊന്നും കണക്കാക്കേണ്ട ഇത്രയേ ഉള്ളൂ. കണക്കാക്കേണ്ടതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അവിടുത്തെ ഈ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള യാത്രക്കും സഹായകരമാകുന്ന രീതിയിൽ ഞങ്ങളിതിനെ കാണുകയാണ്. നിങ്ങളുടെ ഭാഷയിൽ അതിനെ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കുക, ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അത് നോക്കാം, നോക്കിയിട്ട് തീരുമാനിച്ചിട്ട് പറയാം. അത് ഒരു ദിവസം ഒരാഴ്ചക്ക് അല്ല, നമുക്ക് തീരുമാനിക്കാം. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ, ഒരാഴ്ച കൊണ്ട് നിങ്ങളോട് കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. പ്രഖ്യാപിച്ചോട്ടെ, അവർ പ്രഖ്യാപിക്കുന്നതിൽ കുഴപ്പമില്ല. അതിന് ബദലാവേണ്ട കാര്യമില്ല. അതിന് ബദലാവുന്നത് ഞങ്ങൾ തന്നെ പ്രഖ്യാപിക്കും. പിന്നെ എന്തിനാ ബദൽ പ്രഖ്യാപനം? അത് ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കും. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഏതാണ്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് അംഗീകരിച്ചിട്ടാണ്. അല്ല, വിലയിരുത്തൽ ഇതുകൊണ്ടൊന്നും വിലയിരുത്തലാവില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ വിജയ പരാജയം കൊണ്ട് വിലയിരുത്തൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. കേരളത്തിലുടനീളം ഉണ്ടാവും അതിൻ്റെ പ്രതിഫലം.